വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരു മുത്തഅല്ലിം വയലിനുണ്ടാവും നമ്മൾ പഴയ കാലത്തൊക്കെ. ആ മുത്തഅല്ലിമിന്റെ വയലും കേട്ടിട്ട് പോണ ഒരു ഹാജിറുണ്ടാവും അവിടെ, അല്ലെങ്കിൽ രണ്ടാളുണ്ടാവും. മുത്തഅല്ലിമീങ്ങൾ എല്ലാ മുത്തഅല്ലിമീങ്ങളും ചിലപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വയലിന് ഒന്ന് തന്നെ കാരണം ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഹാജിർക്ക് അത് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും മൂപ്പര് വളരെ അദബോട് കൂടെ ഇരുന്ന് അത് കേട്ട് ഒരു 10 റുപ്യ ഹദിയ കൊടുത്ത് ആ കുട്ടീനെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാവും. ആ ഒരു കുട്ടീനെ മുത്തഅല്ലിമിനെ ഭക്ഷണത്തിന് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരുപാട് നല്ലവരുണ്ട്. അവരാണ് ആ വെള്ളിയാഴ്ചയുടെ ആദ്യത്തെ കൂലിയും അവസാനത്തെ കൂലിയും വാങ്ങിയ ആളാണ്. നേരത്തെ വന്ന് അവസാനം വന്ന് ആദ്യം പോകുന്ന ആളുകളുണ്ട്. ദാരിദ്ര്യമുണ്ടാകുന്ന ഒരു കാരണമാണ് വെള്ളിയാഴ്ച ജുമുഅക്ക് അവസാനം വരുന്നവൻ, അവന് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോകുന്നവനും ഓനും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ അവസാനം പോകുന്നവനെ സംബന്ധിച്ച് പള്ളിയിലെ ഒരു വിവരം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പള്ളിയിൽ AC വെച്ച വിവരോ പള്ളിയിൽ കാർപ്പറ്റ് മാറ്റി വീരൊന്നും മൂപ്പർക്ക് അറിയില്ല. മൂപ്പരൊന്നും ഹൗലങ്ങനെ ഉണ്ടാവുക. അവിടെ നിസ്കരിച്ച് മൂപ്പര് അവിടെ തന്നെ പോകും. അത്തരക്കാരാകുന്ന ആളുകൾ ദാരിദ്ര്യമുണ്ടാകുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ്. എപ്പോഴും പണമുണ്ടാവാൻ നമ്മൾ കുറെ അധ്വാനിച്ചത് കൊണ്ട് കാര്യമായില്ല. അധ്വാനിക്കാൻ എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്. ആരാധ്വാനിക്കാത്ത ആളുകൾ? ചിലപ്പോൾ വളരെ പാവമായി നമ്മൾ കാണുന്ന ഒരാൾ, അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരാൾ. പക്ഷേ അവന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവൂല. പക്ഷെ ഇല്ലാതിരിക്കാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവന്റെ കയ്യിലുണ്ടാവും. എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾ എല്ലാ ദിവസവും ഉറങ്ങും. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒക്കെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്ത് ഉറങ്ങണവർക്ക്. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇറങ്ങണം. അത്തരക്കാരാകുന്ന ആളുകൾക്ക് ഒരു ബർക്കത്തും ഉണ്ടാവില്ല, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ അധ്വാനിച്ചത് കൊണ്ട് കാര്യമായില്ല. ആ അധ്വാനിക്കുന്ന സമ്പത്ത് ബറക്കത്തുള്ളതായി മാറണം.